ഒരു വിടുത്ത് നോക്കുകയാണെങ്കിൽ 1735 mm ആണ് ഇതിനൊരു വിടുത്ത് വന്നത്. ഇതിനൊരു ബൂട്ട് സ്പേസ് വന്നുള്ളത്. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് കണ്ടോ. പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്, ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഉണ്ട്, സി പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഒരു സി പോർട്ടും ഒരു USB പോർട്ടാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ പണ്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്ന സ്വിഫ്റ്റ് ഡിസൈർ എന്ന് വിളിച്ചത് വെറും ഡിസൈർ ആയിക്കുന്നുണ്ട്. സ്മോക്ക്ഡ് ടെയിലാംസാണ് ഈ വാഹനത്തിൽ വന്നുള്ളത്. ഒരു ബെൻസിന്റെ ഒരു ഐഡന്റിറ്റി, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC, ഇതൊക്കെ ടോഗിൾ സ്വിച്ച് കേട്ടോ. സുസുക്കി നമ്മൾ ഏറ്റവും വലിയ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ്. അതുമാത്രമല്ല നമ്മുടെ വീട്ടിൽ ആദ്യം വന്നു പോയൊരു വണ്ടി ഒരു പക്ഷേ ഒരു സുസുക്കി. ഇന്നത്തെ നമ്മൾ പരിചയപ്പെടുന്നത് ഏറ്റവും വലിയ ഡിസൈറാണ്. ഇതിൽ കൊണ്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് വാല്യൂ ഫോർ മണി വേരിയന്റ് ഇതിൽ പരിചയപ്പെടുത്തുന്നത്. കാരണം ഈ വരുന്ന എന്തൊക്കെ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്വിഫ്റ്റ് ഡിസൈർ. പഴയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് മാറി. സ്വിഫ്റ്റിനുമായിട്ട് ഒരു ബന്ധമില്ല ഈ വാഹനത്തിൽ. കാരണം നമ്മൾ പണ്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്ന സ്വിഫ്റ്റ് ഡിസൈർ എന്ന് വിളിച്ചത് വെറും ഡിസൈർ ആയിക്കുന്നത്. നജീബ് റഹ്മാൻ വീട്ടിൽ പറഞ്ഞ പോലെ രണ്ടും കൂടി ഡൈവേഴ്സ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. കംപ്ലീറ്റ് മാറി പുതിയൊരു ജനറേഷൻ ഡിസൈർ നമ്മൾ മുന്നിൽ കിടക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ സുസുക്കിയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും ഒരു ക്രോം ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട് കണ്ടോ. താഴെ ക്രോം ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. മേലെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലൂ ഫിനിഷ് നേരെ ഹെഡ് ലാമ്പിൽ കയറുന്നൊക്കെ രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു മാച്ചിങ് രീതിയിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ നേരെ ഹെഡ് ലാമ്പ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഹാലജൻ പ്രൊജക്ടർ ലാംപ്സാണ് ഈ അതിൽ വന്നിട്ടുള്ളത്. 10 ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ഈ വേരിയൻറ്റിലും മിസ് ഔട്ടാണ്. നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാൻ സാധിക്കും. അത് ഷോറൂമിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരെ ബോണറ്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതൊരു വണ്ടിയുടെ ബോണറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ആക്കാം. പക്ഷേ നമ്മൾ സുസുക്കിയുടെ കേസിൽ വരികയാണെങ്കിൽ ഇവിടെ നിന്നാണ് ബോണറ്റ് ഓപ്പൺ ആക്കുക. നമ്മൾ സ്വിഫ്റ്റിലൊക്കെ കണ്ട പോലെ തന്നെ കണ്ടോ, ഇവിടെ നിന്നാണ് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ഈ ഒരു സെൻറ്റർ നോക്കൂ, കംപ്ലീറ്റ് ബ്ലാക്ക് ആയത് കാരണം ഒരു വൈറ്റും ബ്ലാക്കും അല്ല മാച്ചിങ് രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നുള്ളത്. നമ്മൾ നേരെ സൈഡിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഓവറോൾ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ 3995 mm ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത്. ഒരു വിടുത്ത് നോക്കുകയാണെങ്കിൽ 1735 mm ആണ് ഇതിൻ്റെ ഒരു വിടുത്ത് വന്നത്. ഓവറോൾ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 1525 mm ആണ് ആ ഒരു ഹൈറ്റ് വന്നത്. വീൽ ബേസ് 2450 mm ആണ് വീൽ ബേസ് വന്നത്. ഫ്യൂൽ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 37 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റിയാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ 5 സ്റ്റാർ റേറ്റിംഗ് കൂടി കിട്ടിയൊരു വണ്ടിയാണ് സ്വിഫ്റ്റ് ഡിസൈർ എന്ന് പറയുന്നത്. ഗ്ലോബൽ എൻകാപ്പ്. അപ്പോൾ ഇതാണ് ഒരു സൈഡ് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. നമ്മൾ വീൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ 14 ഇഞ്ച് വീലാണ് വന്നിട്ടുള്ളത്. ഡിസ്ക് ബ്രേക്ക് അലോയിൽ ഇത് വേണ്ടിൽ മിസ്സായിരിക്കുന്നത്. അലോയ് വേണമെങ്കിൽ ടോപ്പിൻ്റെ മോഡൽ പോകുന്നതാണ്. ഒരു വീൽ കപ്സ് ആണ് വന്നിട്ടുള്ളത്. നേരെ പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സൈഡ് മിറർ കൊടുത്തിട്ടുണ്ട്. LTN ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോപ്പിൻ്റെ പോകുന്ന സമയത്ത് 360 ഡിഗ്രി ക്യാമറ സപ്പോർട്ട് ഈ വണ്ടിൽ അവൈലബിൾ ആണ്. അല്ലാതെ ഫീച്ചർ വേണമെങ്കിൽ എന്തായാലും ടോപ്പിൻ്റെ മോഡൽ എടുക്കുക. ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് പീറ്റിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ക്രോമിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഷോറൂമിൽ തന്നെ ആക്സസറീസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിൽ വന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്സാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു ബാക്ക് പ്രൊഫൈൽ വന്നുള്ളത്. ബാക്ക് പ്രൊഫൈൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഒരു ടെയിലാംസാണ് കണ്ടോ. ഒരു സ്മോക്ക്ഡ് ടെയിലാംസാണ് ഈ വാഹനത്തിൽ വന്നുള്ളത്. ഒരു ബെൻസിൻ്റെ ഒരു ഐഡൻറ്റിറ്റി തോന്നുന്നു. കാരണം ഒരു 3 സ്റ്റാർ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഇൻസേർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റും വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു സുസുക്കിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒരു ലിപ്പ് സ്പോയിലറും കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഭംഗിയുള്ള രീതിയിലാണ് ഒരു ലിപ്പ് സ്പോയിലറിൽ കൊടുത്തിട്ടുള്ളത്. കാരണം അത് അട്രാക്ഷൻ്റെ രീതിയിലാണ് അപ്പോൾ അതും കൊടുത്തിട്ടുള്ളത്. ഡിസൈറിൽ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് സെൻസേഴ്സ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു L ഷേപ്പിൽ ഒരു ഭാഗം കാണാം. ഇതുപോലത്തെ ഒരു എലമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വേരിയൻറ്റിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ ഇല്ല. നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ സാധിക്കും. ആക്സസറി നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ ഈ ഒരു റിവേഴ്സ് ക്യാമറ എന്ന് പറയുന്നത്. ഡിഫോക്കർ ലെയിൻസ് കൊടുത്തിട്ടുണ്ട്. ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഷാർപ്പിൻ ആൻറ്റിന. ഓർ തന്നെ ഒരു ബാക്ക് പ്രൊഫൈൽ വന്നുള്ളത്. നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനൊരു ബൂട്ട് സ്പേസ് വന്നുള്ളത്. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസിന് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് കണ്ടോ. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ബൂട്ട് ലാമ്പ് മേലെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു സ്പെയർ വീല് കാണാൻ സാധിക്കും. ടൂൾ കിറ്റ് കണക്ക് താഴെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് CNGയിലും ഈ വാഹനം അവൈലബിൾ ആണ്. CNG ഒരു മറ്റേ ടാങ്ക് ഇവിടെയാണ് ഉണ്ടാവുക. ഒരു CNG സിലിണ്ടർ ഒന്ന് അമർത്തി ക്ലോസ് ചെയ്തത് ക്ലോസ് ആവില്ല. കാരണം ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യേണ്ട. അവിടെ ഇന്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഡുവൽ ടോൺ കളറാണ് ഇന്റീരിയർ വന്നിട്ടുള്ളത്. കാരണം ഒരു ബീച്ച് കളർ കാണാൻ സാധിക്കും. ഒരു ബ്ലാക്ക് തീമിലും കാണാനായിട്ട് സാധിക്കും ഈ വാഹനം. ഇവിടെ ഡോർ പേഡ് നോക്കുകയാണെങ്കിൽ ഐഡൻറ്റിറ്റി പറയുന്ന ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തുള്ളത്. പവർ വിൻഡോ കൺട്രോൾസ്, അതുപോലെ തന്നെ ലോക്ക് അൺലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇതൊക്കെ സുസുക്കിയുടെ ഒരു സ്വന്തം ഐഡൻറ്റിറ്റി വേണമെങ്കിൽ പറയാം. ഈ ഒരു എലമെൻറ്റ്സ് ഒക്കെ ഒരു ഓൾഡ് സ്കൂൾ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സ് കാണാൻ സാധിക്കും.
ഫ്യൂൽ ലിഡ് ഓപ്പൺ ആക്കിയത്. 37 ലിറ്ററാണ് ഫ്യൂൽ കപ്പാസിറ്റി വന്നിട്ടുള്ളത്. നമുക്ക് നേരെ ഇന്ത്യയിൽ കയറിയിരുന്ന് നോക്കാം. ഡോറോടെ ക്ലോസ് ചെയ്ത് ഇവിടെ നമുക്ക് വാട്ടർ ബോട്ടിൽ ഹോൾഡറും കാണാനായിട്ട് സാധിക്കും. പോറുള്ളത് അതിനൊരു കോക്പിറ്റ് എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് വീലും നമുക്ക് പഴയ മോളിൽ കണ്ട സെയിം സ്റ്റിയറിംഗ് വീലാണ് ഈ അതിൽ കൊടുത്തുള്ളത്. അതിൽ നമുക്ക് സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് കാണാൻ സാധിക്കും. ഇത് മീഡിയ കൺട്രോൾസാണ് വന്നിട്ടുള്ളത്. നമുക്ക് കീയിൽ ലോക്കാണ് കൊടുത്തിട്ടുള്ളത്. നേരെ കീ ഇൻസേർട്ട് ചെയ്തിട്ട് കണ്ടോ, ഒരു മീറ്റർ കൺസോള്, ഒരു അൺലോക്കും പ്ലസ് TFT ഡിസ്പ്ലേ ആണ് അതിൽ വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ അറിയാൻ സാധിക്കും. ഈ ഒരു നോബിടെ കൊടുത്തിട്ടുണ്ട്, ട്രിപ്പ് AB, അതുപോലെ തന്നെ ഇവിടെ നോബുകൾ കാണാൻ സാധിക്കും. എവറേജ് കിലോമീറ്റർ അതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീല് ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലല്ല കൊടുത്തിട്ടുണ്ട്, നോർമൽ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല ഇവിടെ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കാണാനായിട്ട് സാധിക്കുക. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡമ്മി ബട്ടൺസ് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലും വെക്കാൻ സാധിക്കും. സ്വിച്ച് കാര്യങ്ങൾ വെക്കാം. എക്സ്ട്രാ ഒരു ലൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെക്കാം. അതിൻ്റെ ഡമ്മി സ്വിച്ചിലൂടെ കൊടുത്തിട്ട് AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹെഡ്ലാമ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു ബട്ടൺ ഇതെന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ നമ്മൾ ബ്രേക്ക് പിടിച്ച് നിൽക്കണേ ഒരു ട്രാഫിക്കിലൊക്കെ, അപ്പോൾ ഈ ഇത് ഓണാക്കിയിട്ട് ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ വണ്ടി ഓഫ് ആവും. ഫ്യൂൽ എഫിഷ്യൻസിക്ക് നല്ലൊരു ഫീച്ചറാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നേരെ സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിൽ ഇൻഫോടൈം സിസ്റ്റം ഈ ഒരു പേരിൽ അവൈലബിൾ ആണ്. റിവേഴ്സ് ക്യാമറ മാത്രമല്ല അതുള്ളൂ, ഇതിലും ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. എവറേജ് കിലോമീറ്റർ കാരണമൊക്കെ അറിയാൻ സാധിക്കും. പിന്നെ സെറ്റിങ്സ്, ബേസിക്കായിട്ട് എല്ലാ ഫീച്ചേഴ്സും ഇത് വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻ്റെ പോകുന്ന സമയത്ത് ഇത് വലിയൊരു ഇൻഫോടൈം സിസ്റ്റമാണ് ഈ വാഹനത്തിലും വരിക. ഇത് കംപ്ലീറ്റ് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലൊരു ഇൻഫോടൈം സിസ്റ്റം വരിക. പിന്നെ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗൺമെറ്റൽ ഫിനിഷിലാണ് ഈ ഒരു തീമൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ നല്ലൊരു പ്രീമിയം ലുക്ക് ഒരു ഫീൽ നമുക്ക് ലഭിക്കേണ്ട ഈ ഒരു ഭാഗത്ത്. AC വെൻറ്റുകൾ കാണാൻ സാധിക്കും. ഹസാർഡ് ലാമ്പ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC, ഇതൊക്കെ ടോഗിൾ സ്വിച്ച് കേട്ടോ. ടോഗിൾ സ്വിച്ച് രീതിയിലാണ് ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ട്യൂണൊക്കെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. USB പോർട്ടും ഇവിടെ കാണാൻ സാധിക്കും. ഇത് ക്ലോസ് ചെയ്യാനും പറ്റും കേട്ടോ, കണ്ടോ, ക്ലോസ് ചെയ്യാൻ പറ്റും. നേരെ താഴെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സും കാണാൻ സാധിക്കും. പിന്നെ ഈ വന്നിട്ട് മെയിൻ ഹൈലൈറ്റ് 5 സ്പീഡ് മേലെ ഗിയർ ബോക്സ്. ഇതും നമ്മൾ സിസുക്കിൽ കണ്ടുവന്നതിൽ ഒരു ഗിയർ നോബ് അതിലും എല്ലാ വാഹനത്തിലും ഇങ്ങനത്തെ ഒരു ഗിയർ നോബാണ് കാണാൻ സാധിക്കുക. അതിലും നല്ലൊരു ഫീൽ നമുക്ക് ലഭിക്കേണ്ട ഗിയർ നോബ് പിടിക്കുമ്പോൾ തന്നെ. മേളിൽ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ കൺസോളൊക്കെയാണ്. മേളിൽ ഡിമ്മേന് റിവ്യൂ മിറർ, ലാമ്പ്, സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. പാസഞ്ചറിലെ മിറർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഒരു ഇൻറ്റീരിയർ വന്നുള്ളൂ. ശരിക്കും ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ടോപ്പിൻ്റെ പോകുന്ന സമയത്ത് സൺറൂഫും ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു സെഡാനിൽ സൺറൂഫ് ലഭിക്കുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ സൺറൂഫ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെഗ് റൂം നമുക്ക് കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ടെന്ന്. ഇതുപോലെ തന്നെ ഡോർ പേഡ് വന്നിട്ടുള്ളത് ലോക്ക് അൺലോക്ക് വിൻഡോ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്റ്റോറേജ് സ്പേസും ഒരു സ്പീക്കേഴ്സും കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരെ ഇരുന്ന് കഴിഞ്ഞാലും കണ്ടോ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലെഗ് സ്പേസ് കണ്ടല്ലോ. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് അതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ 2 C പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഒരു C പോർട്ടും ഒരു USB പോർട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കുറച്ച് സ്റ്റോറേജ് സ്പേസും, കാരണം ഇവിടെ ഫോൺ ആക്കാട് ഹോൾഡറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്പേസും കാണാൻ സാധിക്കും. ഒരു പാർസൽ ട്രെയിൻ വേണമെങ്കിൽ പറയാം. പാർസൽ ട്രെയിൻ അല്ലെങ്കിൽ ഒരു ഫയൽ പോക്കറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം അത്യാവശ്യം നല്ല ഹെഡ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം നമ്മളിതൊരു സെഡാനാണ്, ബാക്കിൽ സ്ലോപ്പിംഗ് ഉള്ള കാരണം ഹെഡ് റൂം കുറച്ച് കുറവ് വന്നു. പക്ഷെ അത്യാവശ്യം നല്ല ഹെഡ് റൂമൊക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനൊരു ഇന്ത്യനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വീഡിയോ കാണുന്ന ആരെങ്കിലും ഡിസൈറിൻ്റെ ഓണേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ വണ്ടിയുടെ ഫീച്ചേഴ്സും ലുക്കും എങ്ങനെ ഉണ്ട് എന്ന് കമൻറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. പഴയതിനാണോ പുതിയതിനാണോ ഫാൻസ് കൂടുതൽ. നമുക്കിതിൻ്റെ എൻജിൻ ബ്രേക്കോടും കണ്ടിട്ട് ജസ്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പുറത്താണ് ഒരു എൻജിൻ പേ വന്നത്. നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ സുസുക്കിയിൽ കണ്ട സെയിം എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നുള്ളത്. C12 ഈ ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നുള്ളത്. ഏകദേശം 81.58 PS പവറും 111.7 Nm ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 5 സ്പീഡ് മാനുവലും 5 സ്പീഡ് ഓട്ടോമാറ്റിക്കലും ഈ വാഹനം അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രക്കോളം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാൻ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാം. നമുക്ക് വണ്ടി തന്നുള്ളത് തിരൂർ അറീന ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ താഴെ കൊടുത്തത് ടെസ്റ്റ് ഡ്രൈവും സെയിൽസും ഇവിടെ അവൈലബിൾ ആണ്, സർവീസും
അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ചെറിയൊരു ബ്രേക്ക്.